മരിപൊരിയും തീവയിലാകലോളം തളിരിളം മേനി കാറുത്ത് പോയാ കളനുള്ളും പെണ്ണോര് പാട്ട് പാടി ഉടമയെ വർണ്ണിച്ചാടി മാ പാടി. ഒരിക്കൽ വീട്ടിൽ ബാല്യകാല സ്മരണകൾ പങ്കുവയ്ക്കവേ തനിക്കും നെല്ല് കൊയ്യണമെന്ന ചിരുത മുത്തശ്ശി ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതുകേട്ട മകൻ മുത്തശ്ശിയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിനായി മുന്നോട്ടു വന്നു. നെൽകൃഷി ചെയ്യുവാൻ തേങ്ങാക്കല്ലുമ്മൽ വീട്ടുമുറ്റം കൃഷിനിലമായി ഒരുക്കിയെടുത്ത് ഞാറുനട്ടു. കുഞ്ചാബായേലേലച്ചേറിൽ നിന്നും മരിപൊരിയും തീവയിലാകലോളം തളിരിളം മേനി കാറുത്ത് പോയ. ചെറുപ്പത്തിൽ തറവാട്ടിലെ വയലിൽ ഞാറുനട്ട് നെല്ല് കൊയ്തെടുത്തതിന്റെയും കരനെൽ കൃഷി നടത്തിയതിന്റെയും അനുഭവ സമ്പത്തുള്ള ചിരുതമുത്തശ്ശി മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും സഹായത്തോടെ നടത്തിയ നെൽകൃഷി വിജയം കണ്ടു. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ വളരെ കുട്ടിക്കാലഘട്ടത്തിൽ തന്നെ അവരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ നാടായ അരൂർ പെരുമണ്ടുശ്ശേരിയിൽ ധാരാളം വയലുകൾക്കുണ്ടായിരുന്നു. അന്നും വയലിൽ നെൽകൃഷി ചെയ്തിട്ട് ജീവിച്ചൊരു പാരമ്പര്യമായിരുന്നു. 4 തലമുറകളിലെ ആളുകളുടെ വ്യത്യസ്തമാർന്ന ജീവിതശൈലികൾ തന്റെ കൺമുമ്പിൽ നേരിട്ടറിഞ്ഞ ചിരുതമുത്തശ്ശി പഴയ ഓർമ്മകളൊന്നും മറന്നിട്ടില്ല. നെൽകൃഷിയുടെ വിളവെടുപ്പ് നാടൻ പാട്ടുപാടി വലിയ ആഘോഷമാക്കുകയായിരുന്നു നാട്ടുകാർ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. 102ാമത്തെ വയസ്സിൽ ചിരുത മുത്തശ്ശിക്ക് തോന്നിയ ഒരു ആഗ്രഹം പണ്ട് ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള ഞാറ് നടുന്നതും വിളവെടുക്കുന്നതും അങ്ങനെ ഒരു ആഗ്രഹമാണ് തോന്നിയത്. എന്തായാലും അതൊരു നാടും കൂടെ നിന്ന് അത് ആഘോഷമാക്കി എന്നതാണ്. അത് കാണുമ്പോഴാണ് ഒരുപാട് സന്തോഷം തോന്നുന്നത്, അല്ലേ? അഞ്ജന സുകുമാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, ചിരുത മുത്തശ്ശിയുടെ ആ ചിരി കാണാൻ തന്നെ എന്ത് രസമാണ്, അല്ലേ? കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കൂടെ നിപ്പുണ്ട്. ഞാറ് വിളവെടുപ്പ് നടത്താനൊക്കെ ആയിട്ട് അത് വലിയൊരു ആഘോഷമാക്കി ഒരു നാടൊപ്പം നിന്ന ഒരു കാഴ്ച, അല്ലേ? 102 വയസ്സാണ് നമ്മുടെ ചിരുത മുത്തശ്ശിയുടെ പ്രായം. ഈ പ്രായം ഒരു നമ്പർ മാത്രം എന്നുള്ളതാണ് മുത്തശ്ശി ഇപ്പോഴും നമ്മളോടൊക്കെ പറയുന്നത്. കാരണം മുത്തശ്ശി ഈ പ്രായത്തിലും വളരെ ഉഷാറാണ്. മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നെൽകൃഷിയാണ്. ആ ഇഷ്ടം വരാൻ ഒരു കാരണമുണ്ട്. മുത്തശ്ശിയുടെ ചെറുപ്പം മുതൽ മുത്തശ്ശി കണ്ടു വളർന്നിട്ടുള്ളത് നെൽകൃഷിയാണ്. നെൽകൃഷി നടത്തി ഉപജീവനം നടത്തിയിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് മുത്തശ്ശി ജനിച്ച് വളർന്നു വന്നത്. ആ കുടുംബത്തിൽ ഒരുപാട് നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു, നെൽനിലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ കൃഷി ചെയ്ത് ആ കൃഷിയുടെയൊക്കെ ഭാഗമായി വളർന്നു വന്ന മുത്തശ്ശിക്ക് അപ്പോൾ എന്തുകൊണ്ടും നെൽകൃഷി വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ 102 വയസ്സായെങ്കിലും ആ കാലമൊക്കെ അങ്ങ് മറഞ്ഞുപോയി. ഇപ്പോൾ നെൽകൃഷിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ മുത്തശ്ശിയുടെ കുടുംബത്തിൽ കുറച്ച് പേരൊക്കെ നെൽകൃഷി നടത്തുന്നുണ്ട്. 10-35 വർഷമായി അവരതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ മുത്തശ്ശി വീട്ടിലിരുന്ന് കൊച്ചുമക്കളോടും അതോടൊപ്പം തന്നെ മക്കളോടുമൊക്കെ സംസാരിക്കുന്ന ഒരു വേളയിൽ ഇങ്ങനെ പറയണ്ടായി, എനിക്ക് ഒന്നും കൂടി കൃഷി ചെയ്യണം, ഒരു ഞാറ് നടണം, അത് കൊയ്യാൻ സാധിക്കണം എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹമായി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ട മകൻ അതിനെ കുറച്ച് കാര്യമായി തന്നെ എടുത്തു. മുത്തശ്ശിയുടെ ഈ ആഗ്രഹം എന്തുകൊണ്ട് സാധിച്ചു കൊടുത്തുകൂടാ എന്നുള്ള ചിന്ത വന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഉറപ്പിച്ചു എങ്കിൽ പിന്നെ അത് തന്നെ ചെയ്യാന്നുള്ളത്. അപ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നെൽകൃഷി ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അതും മുത്തശ്ശിയുടെ നേതൃത്വത്തിൽ. മുത്തശ്ശി തന്നെ ഞാറ് നട്ട് മുത്തശ്ശി തന്നെ കൊയ്യട്ടെ എന്നുള്ളതായി അവരുടെയും ആഗ്രഹം. അങ്ങനെ ഈ കഴിഞ്ഞ വയോജന ദിനത്തിൽ മുത്തശ്ശി ഞാറ് നട്ടു. അത് മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ സഹായത്തോടെ അത് പരിപാലിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ആ ചെറിയ ഒരു നെൽപ്പാടം അത് കൊയ്ത് മുത്തശ്ശി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഏതായാലും മുത്തശ്ശിക്ക് വളരെ സന്തോഷമാണ്. കാരണം എത്രയോ വർഷം മുന്നേ അവസാനമായി പാടത്ത് പോയി കൊയ്തതായിരിക്കാം, പാടം കണ്ടതായിരിക്കാം. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഈ വയസ്സിൽ അത് ചെയ്യാൻ സാധിച്ചതിൻ്റെ ഒരു വളരെയധികം സന്തോഷം മുത്തശ്ശിക്കുണ്ട്. അപ്പോൾ കുടുംബം ഒന്നാകെ ഇതിനോടൊപ്പം ചേർന്നപ്പോൾ നാട്ടുകാരും ഇതിനെ വലിയൊരു ഉത്സവമാക്കി എടുത്തു എന്നുള്ളതാണ്. എല്ലാവരും കൂടി അവിടെ കൊയ്ത്ത് നടത്തി വലിയ രീതിയിൽ അത് നാടൻ പാട്ടുകളുടെയും കൊയ്ത്ത് പാട്ടുകളുടെയും അകമ്പടിയോട് കൂടിയിട്ട് ഒരു വലിയ ഉത്സവം തന്നെയാക്കി അവിടെ എന്നുള്ളതാണ്. അപ്പോൾ പ്രായം എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് മുത്തശ്ശി പറയുന്നത്. എല്ലാത്തിനും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ആഗ്രഹമാണ്. ആഗ്രഹത്തോടൊപ്പം തന്നെ വല്ലാത്തൊരു ഇഷ്ടവും കൂടെ വേണം. കാരണം ഇഷ്ടമുണ്ടെങ്കിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ പുറകെ പോകാൻ പറ്റുള്ളൂ, അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതേത് പ്രായത്തിലും ഇതോടൊപ്പം തന്നെ നമുക്ക് പിന്നിൽ നമ്മൾക്ക് ഫുൾ സപ്പോർട്ട് തരുന്ന ഒരു കുടുംബം കൂടി ഉണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും കൃഷിയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല, അതിന് പുറകെ പോകാൻ പറ്റണമെന്നില്ല, അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ തീർച്ചയായും അത് തന്നെയാണല്ലേ 102ാമത്തെ വയസ്സിലും കൃഷിയോടുള്ള ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട് എന്നതാണ്. എന്തായാലും ചിരുത മുത്തശ്ശിയുടെ ഒരു ആഗ്രഹം സഫലമായപ്പോൾ അത് ആ നാടിന്റെ തന്നെ ഒരു സന്തോഷമായി മാറി എന്നതാണ്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശരി.